ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് മൺചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മയക്കണത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞാൻ എങ്ങനെയാണ് മയക്കൽ എന്നുള്ളത് പല വിധത്തിലും പലരും ചെയ്യും. ഞാൻ മൺചട്ടിയൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ മയക്കൽ എന്നുള്ളത് രണ്ടും തരത്തിൽ മയക്കും. ഇപ്പം ഇന്ന് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞിച്ചട്ടി ആയതുകൊണ്ട് അടുപ്പിലൊന്നും വെക്കാൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇതാ അടുപ്പിൽ വെച്ചിട്ട് അതിന് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചായപ്പൊടി നമ്മൾ ചായ ഉണ്ടാക്കണ അത് 2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നേരം തിളപ്പിക്കുക. അപ്പോൾ തിളച്ചിങ്ങനെ പതക്കെ വന്നാൽ നല്ലോണം അതിന്ന് തിളച്ച് തായതിന് ശേഷം നമുക്കതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഞങ്ങൾ ആൾ കുറവായതുകൊണ്ട് വലിയ ചട്ടിയൊന്നും വേണ്ട. എനിക്കാണെങ്കിൽ മൺചട്ടി കറി വെക്കണ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം മൺചട്ടി മേടിച്ചത്. അടുപ്പിലൊന്നും ഇരിക്കില്ല, ഒരു കുഞ്ഞിച്ചട്ടിയാണ്. അപ്പോൾ അത് ഗ്യാസിൽ വെച്ചിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് മൺചട്ടിയിൽ വെച്ച കറി ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഒരു ഇത്തിരി ആണെങ്കിലും അത് മൺചട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിച്ചട്ടി മേടിച്ചതാട്ടോ. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ചായപ്പൊടി വെള്ളം കളയുക. എന്നിട്ട് നമ്മൾ കഴുകി എടുക്കുക നന്നായിട്ട്. സ്ക്രബ്ബർ വെച്ചിട്ട് മറ്റേ കമ്പി വെച്ച് വരുത്തരുത്. അപ്പോൾ പിന്നെ സ്ക്രബ്ബർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് സോപ്പിട്ട് കഴുകി എടുക്കുക. അങ്ങനെ 2-3 ഐറ്റത്തിലാണ് ഇത് മയക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചായപ്പൊടിയുടെ അത് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്കിത് ഒന്നുകിൽ ചട്ടി വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്യാസിൽ. ഞാനിപ്പോൾ പെട്ടെന്ന് ഗ്യാസിൽ വെക്കുക, വെയിലത്തൊന്നും കൊണ്ടുവയ്ക്കാൻ പോകണില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കഴുകിയെടുക്കുക. അപ്പം ഇനി ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും തട്ടുന്ന രൂപത്തിൽ. അത് വല്ല ചീത്ത പപ്പടം പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ കളയുന്ന ഓയിലുണ്ടല്ലോ, അത് മതി കേട്ടോ. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് ഇട്ടിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ ഒരു 2-3 ദിവസം എന്ത് ചെയ്യാം, ഇതേപോലെ കഴുകുക, വീണ്ടും ഓയിൽ തേക്കുക. അങ്ങനെ 2-3 ദിവസം വെയിലത്തൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് വെക്കാം. അപ്പോൾ അത് വെയിലത്തുനിന്നൊക്കെ 2 ദിവസം ഉണക്കിയിട്ടൊക്കെ ഓയിൽ മാറി മാറി തേച്ച് കൊടുത്തിട്ട് ഉണക്കിയെടുത്തതാട്ടോ. ഓയിൽ തേച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ വീണ്ടും നമ്മൾ കൊടുത്തിട്ട് ഒന്നും കൂടെ ഓയിൽ പരട്ടി കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഓയിൽ തേച്ചിട്ട് വെയിലത്ത് വെച്ചെടുക്കുക. പിന്നെ അതിനെ എടുത്തിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അത് നമുക്കിനി കറിയൊക്കെ വെക്കുമ്പോൾ മൺചോവയൊന്നും വരണില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ചീത്ത മതി, കളയാനുള്ളതാണ് കേട്ടോ, അത് കഴിക്കാനുള്ളതല്ലോ. അതിലേക്കൊരു നാക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിലുള്ള മൺചൊവ്വ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വരാൻ ചാൻസ് ഇല്ല. നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് കഴുകിയിട്ടും ചൂടാക്കിയിട്ടും തിളപ്പിച്ചൊക്കെ എടുത്തതായിരുന്നു. അപ്പോൾ ഇതാ ആ തേങ്ങനെ നന്നായിട്ട് അതിലൊന്ന് എടുത്തിട്ട് വറുത്തെടുക്കുക. ഈ തേങ്ങ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല, കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചീത്ത തേങ്ങ ഏതെങ്കിലുമൊക്കെ ആയാലും മതി. വെറുതെ അതിൽ മൺചോവ വരാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി മൊരിയിച്ചെടുക്കാം. അപ്പോൾ ചട്ടിക്കൊന്നും കൂടെ മിനുക്കം കിട്ടുകയും ചെയ്യും. നമുക്കിതിൽ ഉപ്പേരിയും കറി മാത്രമല്ല കേട്ടോ. അപ്പം ഇങ്ങനെ നോൺ സ്റ്റിക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റിയതായി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മയങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആ തേങ്ങ ഒക്കെ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് അറിയില്ല. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ടും ചെയ്യും. അങ്ങനെ 2-3 തരത്തിലൊക്കെ മയക്കും. ഇത് പ്രാവശ്യം ഇങ്ങനെയാണ് മയക്കിയെടുത്തത്, നോൺ സ്റ്റിക്ക് പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല മിനുക്കം ഉള്ളിൽ നല്ല നൈസായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. ലാസ്റ്റത്തെയാണ്. അപ്പോൾ അതിനി നന്നായിട്ട് കഴുകിയെടുക്കണം.
നന്നായി സോപ്പൊക്കെ ഇട്ട് വരുതി കഴുകിയെടുത്തിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇനി യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.